UDF സർക്കാരിൻ്റെ പല നിലപാടുകളും പൊതുജനങ്ങൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്, അവർക്കുള്ളിൽ തന്നെയുള്ള അവരുടെ മുന്നണിയിൽ തന്നെയുള്ള മറ്റു പാർട്ടികൾക്കും വളരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കുന്നുണ്ട്. നമുക്കറിയാം UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ സംസ്ഥാന നേതൃയോഗം ഇന്ന് ചേരുവാൻ പോകുന്ന സാഹചര്യം കൂടിയാണ്. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേരുക. ഈ യോഗത്തിൽ പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ചർച്ചയ്ക്ക് വരിക എന്നതുൾപ്പെടെ നിരവധി കാര്യങ്ങളിലേക്ക് ഈ യോഗം ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. നമുക്കറിയാം PM ശ്രീ എന്നുള്ളത് ഒരു വലിയ തലവേദനയായി മുസ്ലിം ലീഗിന് മാറുന്ന സാഹചര്യമാണ്. മുസ്ലിം ലീഗ് ഈ PM ശ്രീയിൽ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ചു പോലും ഇന്ന് യോഗത്തിൽ ചർച്ച ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും യോഗത്തിൽ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നടക്കുവാൻ പോകുന്ന മുസ്ലിം നേതൃയോഗത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. ചേതൻ തയ്യാറായിട്ടുണ്ട്. ചേതനിലേക്ക് പോകാം. ചേതൻ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ മുസ്ലിം ലീഗ് ചേരുന്ന ഈ നേതൃയോഗം വളരെ വലിയ തരത്തിലുള്ള പ്രാധാന്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അതറിയാം. PM ശ്രീ മാത്രമല്ല, ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ മന്ത്രിമാരും മുസ്ലിം ലീഗ് നേതൃത്വവും രണ്ട് തട്ടിലാണ് എന്ന തരത്തിലുള്ള വലിയ വാർത്തകളും മറ്റും വന്നിരുന്നു. ഒരു ചായ സൽക്കാരമൊക്കെ ഇന്നലെ പാണക്കാട് വീട്ടിൽ നടക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ കൂടിയാണ് ഈ നേതൃയോഗം ചേരുന്നത് എന്നുള്ളത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം നേടുന്നുണ്ട്. അതെ സിന്ധൂരി, ഗുഡ് മോർണിംഗ് സിന്ധൂരി. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് UDF സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ആദ്യത്തെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃയോഗമാണ് ഇവിടെ കോഴിക്കോട് വെച്ച് ചേരുന്നത്. ഉച്ചയ്ക്ക് 2:30 പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ നേതൃയോഗം ചേരുന്നത്. പ്രധാനമായും സിന്ധൂരി 3 കാര്യങ്ങളാണ് ചർച്ചയാവുക. അതിലൊന്ന് മദ്യനയം തന്നെയാണ്. രണ്ടാമത്തത് ഇത്തരത്തിൽ ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമന ഈ വിഷയം തന്നെയാണ്, സമസ്യ തന്നെയാണ്. മൂന്നാമത്തത് ഈ PM ശ്രീ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, അതിനൊരു വ്യക്തത വരുത്തണം. ഈ 3 കാര്യങ്ങളും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം തീരാത്ത തലവേദനയാണ്. ഇതിൻ്റെ ബാക്കി പത്രം എന്നോണെയാണ് കഴിഞ്ഞ ദിവസം സിന്ധൂരി സൂചിപ്പിച്ച ഈ ചായ സൽക്കാരം ഈ പാണക്കാട് തറവാട്ടിൽ ഈ 5 മന്ത്രിമാരെയും വിളിച്ചു വരുത്തി സംസാരിച്ചത്. ഇതിൽ പ്രധാനമായും നമ്മൾ അറിഞ്ഞിടത്തോളം ഈ ഏറ്റവും വലിയ പ്രശ്നമായി തീർന്നത് ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമങ്ങളിലാണ്. അതായത് കഴിഞ്ഞ സർക്കാരിനെതിരെ സമരം ചെയ്ത് ജയിലിൽ പോയ MSF അതുപോലെ തന്നെ യൂത്ത് ലീഗ് പ്രവർത്തകരെ പാടെ വെട്ടി മന്ത്രിമാരുടെ ഇത്തരത്തിൽ മന്ത്രിമാർ ഏകാധിപതികളായി അവരുടെ പേഴ്സണൽ സ്റ്റാഫിനെ തീരുമാനിക്കുന്നു. മറ്റൊരു കാര്യം, ഈ മുസ്ലിം ലീഗിൻ്റെ വകുപ്പിലെ പ്ലീഡർമാരെ പോലും ഇത്തരത്തിൽ ഈ ഏകാധിപതികളായി നിയമിക്കുന്നു എന്ന കാര്യമാണ് ഈ പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക. അതിന് ഈ മന്ത്രിമാർ ഉത്തരം പറയേണ്ടി വരും. മറ്റൊരു കാര്യം, ഈ പാർട്ടിക്ക് മുസ്ലിം ലീഗിന് വഴങ്ങാതെയാണ് ഈ മന്ത്രിമാർ പ്രവർത്തിക്കുന്നത്, മുസ്ലിം ലീഗിലെ ചില മന്ത്രിമാർ പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ വിമർശനം അത് പാർട്ടിക്കകത്ത് വളരെ ശക്തമായി ഉയർന്നു വന്നിരിക്കുകയാണ്. പാർട്ടി കത്ത് കൊടുത്താൽ അത് മുസ്ലിം ലീഗ് മന്ത്രിമാർ തള്ളുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഒന്ന് ഫോൺ കോൾ ചെയ്താൽ പോലും ഇത്തരത്തിൽ പ്രവർത്തകർ ഫോൺ കോൾ ചെയ്താൽ പോലും മന്ത്രിമാർ ഫോൺ എടുക്കാത്ത അവസ്ഥയാണ്. അവർ പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസ് മന്ത്രിമാരെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ മുസ്ലിം ലീഗ് മന്ത്രിമാരെ വിളിച്ച് കിട്ടുന്നില്ല, അവർ സഹകരിക്കുന്നില്ല എന്നാണ് വലിയ രീതിയിൽ യൂത്ത് ലീഗിൻ്റെയും അതുപോലെ തന്നെ MSFൻ്റെയും പരാതി. ഇതടക്കമുള്ള കാര്യമാണ്. ഇതൊരു കൂൾ ഓഫ് ചെയ്യുക, ഒരു തണുപ്പിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം പാണക്കാട് തറവാട്ടിൽ വെച്ച് ഇത്തരത്തിൽ യോഗം, ചായ സൽക്കാരം പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ ഈ മന്ത്രിമാരെ വിളിച്ച് നടത്തിയത്. മന്ത്രിമാർക്ക് പറയാനുള്ളതിലൊക്കെ കേട്ടു. പാണക്കാട് തങ്ങൾ അദ്ദേഹത്തിന് പറയാനൊക്കെ അങ്ങോട്ടും പറഞ്ഞു. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. മറ്റൊരു കാര്യം സിന്ധൂരി നമ്മൾ എടുത്തു പറയേണ്ടത് ഈ മദ്യനയ വിഷയം തന്നെയാണ്. അത് വലിയ രീതിയിൽ UDFനെ അനിശ്ചിതത്വത്തിലാക്കുന്നതാണ്. മുമ്പേ വാർത്ത വന്നതാണ് VD സതീശൻ ഏകാധിപതിയായി ഇത്തരത്തിൽ മദ്യനയം തീരുമാനിച്ചു എന്ന കാര്യം. എക്സൈസ് മന്ത്രി പോലും അറിയാതെ, എക്സൈസ് മന്ത്രി പോലും പരസ്യമായി പറയേണ്ട ഒരു സാഹചര്യം, തനിക്ക് വിഷയത്തിൽ അറിയില്ല, ക്യാബിനറ്റ് തീരുമാനമെടുത്തില്ല എന്നാണ് അന്ന് എക്സൈസ് മന്ത്രി ആദ്യം തന്നെ പ്രതികരിച്ചത്. മുസ്ലിം ലീഗും സംബന്ധിച്ചോളം വലിയ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം സമസ്ത ഈ വിഷയത്തിൽ വലിയൊരു കടുത്ത വിമർശനവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഈ വിഷയത്തിൻ്റെ മേലെ ഈ സമസ്ത ഈ മുസ്ലിം ലീഗ് ബന്ധം ഉലയുന്ന കാഴ്ച പോലും നമ്മളിപ്പോൾ കണ്ടു. ഇന്നും അതിൻ്റെ ഒരു ബാക്കി പത്രം ഉണ്ടായിരുന്നു സിന്ധൂരി. ആരുടെ താല്പര്യം എന്ന തലക്കെട്ടിൽ ഇന്നും സമസ്തയുടെ മുഖപത്രം ഉണ്ടായിരുന്നു. ഈ പ്രധാനമായും ഇന്ന് സമസ്തയുടെ ഈ വിമർശിച്ചത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നമുക്കറിയാവുന്നത് കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കാൻ കോടതി ഉത്തരവുണ്ടായിരുന്നു. ഇതിൻ്റെ മേൽ സംസ്ഥാന സർക്കാർ നിസ്സംഗ നിലപാടാണ് സ്വീകരിച്ചത്. ഈ പ്രധാനമായും സംസ്ഥയുടെ മുഖപത്രത്തിൽ പറഞ്ഞത് BJP നേതാവ്
നേതാവിൻ്റെ ഹർജിയെ പിന്തുണച്ചത് ആരുടെ താല്പര്യമെന്നാണ് മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അമ്പരിപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതാണെന്ന വിമർശനവും ഉണ്ട്. ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിലെ ഹർജികൾ ചൂണ്ടിക്കാട്ടാനും സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. വാക്കു പാലിക്കാനുള്ളതാണെന്ന് പറയുന്ന സർക്കാരിൻ്റെ ഇരട്ടത്താപ്പാണ് എന്ന അതിരൂക്ഷമായ ഭാഷയിലാണ് സമസ്തയുടെ മുഖപത്രം ഇന്നത്തെ മുഖപത്രത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പരാമർശിക്കുന്നത്. മറ്റൊരു കാര്യം PM ശ്രീയെ കുറിച്ചാണ്. അധികാരത്തിൽ വന്നാൽ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്ന നിലപാടെടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷെ എന്നാൽ അതിന് സാധിക്കുന്നില്ല. PM ശ്രീയെ തള്ളാനോ കൊള്ളാനോ ആവാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ UDF നേതൃത്വം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം. മന്ത്രിമാർ പല അഭിപ്രായമാണ് ഈ വിഷയത്തിൽ പറഞ്ഞത്. KM ഷാജി ഒരു അഭിപ്രായം പറയുന്നു, മറ്റ് മന്ത്രിമാർ മറ്റ് അഭിപ്രായം പറയുന്നു. അങ്ങനെ ഒരു നിലപാടില്ലാത്തൊരവസ്ഥ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം PM ശ്രീ വിഷയത്തിലും അതുപോലെ തന്നെ ഈ മദ്യനയ വിഷയത്തിലും ഉണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ ഇന്നത്തെ സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയാവും. കൂടാതെ ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെ നിയമനങ്ങളിലെ പ്രശ്നങ്ങളും ഇന്നത്തെ സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയാകുന്നതാണ്. സിന്ധൂരി, എന്താ ചെയ്താ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ എല്ലാ കാര്യങ്ങളും ചേതൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു തീർത്തു. ചേതൻ, ഞാൻ ചോദിക്കുന്നത്, എനിക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ ചേതൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ടാകുന്ന ചില സംശയങ്ങളുണ്ടാകുമല്ലോ. ഈ സർക്കാർ അധികാരത്തിൽ കയറി അതിൻ്റെ ഒരു തുടക്കം മുതൽ തന്നെ ഈ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കും. അതിപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും PM ശ്രീ വിഷയത്തിലാണെങ്കിലും ഈ സർക്കാരും മുസ്ലിം ലീഗിൻ്റെ തീരുമാനവും തമ്മിലുള്ളൊരു ബന്ധമുണ്ടോ എന്നൊരു സംശയം ഏതൊരാൾക്കും ഉണ്ടാകും. ഇത്രയധികം നാളുകളായി, ഇപ്പോൾ 2 മാസം ആകുന്നു, ഇപ്പോഴാണ് ഈ ഒരു നേതൃയോഗം ചേരുന്നത്. ഈ യോഗത്തിലേക്ക് പോകുമ്പോൾ ചേതന സൂചിപ്പിച്ച മൂന്നാമത്തെ പ്രശ്നം, ഈ വീര്യം കുറഞ്ഞ മദ്യം, PM ശ്രീ, മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്കുള്ളിൽ തന്നെ ഒരു വലിയ കോൺഫ്ലിക്റ്റ് ആണ്. അതായത് ഈ മുസ്ലിം ലീഗിലെ മന്ത്രിമാരും മുസ്ലിം ലീഗ് നേതൃത്വവും പ്രത്യേകിച്ചും പാണക്കാടും തമ്മിലുള്ളൊരു ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചോ എന്നുള്ള ഒരു സംശയം, പൊതുവായ സംശയം എല്ലാവരിലേക്കും ഉയരുന്നു. ഇതിനെല്ലാം ഉത്തരം തേടേണ്ടതാണ് ഇന്നത്തെ ഒരു യോഗം. അപ്പോൾ അതിനു മുമ്പ് ഈ മന്ത്രിമാരെ വിളിച്ച് ഇങ്ങനെ ഒരു ചായ സൽക്കാരം നടത്തുന്നു. ഇന്നലെ അവിടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും മറ്റൊരു അന്തർനാടകങ്ങളൊക്കെ അരങ്ങേറുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ആദ്യമേ വിളിച്ച് മന്ത്രിമാരെയൊക്കെ വിളിച്ച് സംസാരിച്ച് ഒന്ന് പ്രശ്നപരിഹാരത്തിന് ശേഷം നടക്കുന്ന വെറും ഒരു യോഗം മാത്രമായോ, കാര്യങ്ങളൊക്കെ നേരത്തെ സംസാരിച്ച് ഒന്ന് സമവായത്തിലായിരിക്കുമോ ഈ യോഗം ചേരുക? അങ്ങനെ ചില സാഹചര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം നമുക്ക് നോക്കിക്കാണേണ്ടതല്ലേ? അതായത് സിന്ധൂരി, മുൻകാലങ്ങളിൽ UDF സംവിധാനം ചലിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ ആണെങ്കിൽ ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ KM മാണി, PK കുഞ്ഞാലിക്കുട്ടി, ഈ 3 പേരായിരുന്നു UDFൽ പ്രധാനമായും തീരുമാനങ്ങളെടുത്തത്. എന്ത് വിഷയം വന്നാലും ഈ 3 പേരും കൂടി ഒരുമിച്ചിരുന്ന് തീരുമാനമെടുക്കുന്ന ഒരു ചിത്രമായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഈ VD സതീശൻ്റെ കാലമായപ്പോഴേക്കും ഏകാധിപതിയായി പ്രവർത്തിക്കുന്ന, കഴിഞ്ഞ VD സതീശൻ പ്രതിപക്ഷ നേതാവായ സമയത്ത് അല്പമെങ്കിലും ഇത്തരത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞതിനാൽ മുസ്ലിം ലീഗും ഒക്കെ ആയി, PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആയി ചർച്ച നടത്തിയാണ് ഓരോ നീക്കവും ഉണ്ടായിരുന്നത്. അന്ന് പ്രതിപക്ഷത്തായതുകൊണ്ട് വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് വരേണ്ട സാഹചര്യമില്ല. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ്, വലിയൊരു ഭൂരിപക്ഷം ഉണ്ടായിരിക്കുകയാണ്. ഫലത്തിൽ പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ സഹായം വേണ്ട എന്ന രീതിയിലേക്കാണ് ഭരണത്തിൻ്റെ പോക്ക്. VD സതീശൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ നമ്മുടെ ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ഏകാധിപതിയായി വാഴുന്ന ഒരു കാഴ്ച ആരെയും വേണ്ട, KCനും പോലും ഇപ്പോൾ തള്ളി പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു വിഷയവും, പ്രധാനമായും നിർണായകമായ വിഷയങ്ങളിൽ പോലും മുസ്ലിം ലീഗിനെ പങ്കാളിയാക്കാൻ VD സതീശൻ തയ്യാറാവുന്നില്ല. VD സതീശൻ AICCനെയും കൂസുന്നില്ല, അതുപോലെ തന്നെ ഇപ്പോൾ KCനെയും തള്ളി പറയുന്നു. അപ്പോൾ VD സതീശൻ ഇത്തരത്തിൽ ഏകാധിപതിയായി പോകുന്ന കാഴ്ചയും അതും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം വലിയ രീതിയിലുള്ള ക്ഷീണമുണ്ട്. പക്ഷെ അത് ഇക്കാര്യത്തിൽ അവർ പരസ്യമായ നിലപാടിലേക്ക്, പരസ്യമായ ഒരു തുറന്നു പറച്ചിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഈ കാര്യങ്ങളടക്കം ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യമാണ് സിന്ധൂരി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ഈ പേഴ്സണൽ സ്റ്റാഫിലെ വിഷയം. അത് ഇത്തരത്തിൽ ജയിലിൽ പോയ, കഴിഞ്ഞ സർക്കാരിനെതിരെ സമരം ചെയ്ത ജയിലിൽ പോയവർക്ക് ഒരു വില പോലും കൊടുക്കുന്നില്ല, അവർക്ക് ഒരു നിർണായകമായ പദവി പോലും കൊടുക്കുന്നില്ല, പേഴ്സണൽ സ്റ്റാഫിൽ പോലും ഉൾക്കൊള്ളിക്കുന്നില്ല. ഒരു കാര്യം പറയാനുള്ളത്, ഈ കോഴിക്കോട് ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് മന്ത്രിയില്ല. 2.5 വർഷം കഴിഞ്ഞാലായിരിക്കും മന്ത്രി വരിക. അപ്പോൾ ഈ പാണക്കാട് കുടുംബം തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ പ്രധാനമായും കോഴിക്കോടിലെ പ്രവർത്തകരെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് പരിഗണിക്കുമെന്നാണ്
പാണക്കാട് തങ്ങൾ അന്ന് പാർട്ടി പ്രവർത്തകർക്ക് നേതൃത്വത്തിന് ഇവിടുത്തെ ജില്ലാ നേതൃത്വത്തിന് ഉറപ്പ് നൽകിയത്. ഇതൊക്കെ തള്ളുന്നൊരു സമീപനം, അതായത് ഒരാളെ പോലും ഇത്തരത്തിൽ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എടുക്കാത്തൊരവസ്ഥ കോഴിക്കോടാണെങ്കിൽ ഇത്തരത്തിൽ ചരിത്രത്തിലില്ലാത്ത വിധം മുസ്ലിം ലീഗിന് മുന്നേറ്റം ഉണ്ടായ സ്ഥലങ്ങളിൽ ജില്ലകളിൽ ഒന്നാണ് കോഴിക്കോടിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരെ പോലും പേഴ്സണൽ സ്റ്റാഫിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഫലത്തിൽ പറഞ്ഞാൽ പാണക്കാട് കുടുംബത്തിൻ്റെ നിർദ്ദേശങ്ങളൊന്നും ഇപ്പോൾ മന്ത്രിമാർ ചെവികൊള്ളുന്നില്ല എന്നാണ് ഈ വിഷയങ്ങളൊക്കെ നോക്കിക്കാണേണ്ടത്. മറ്റൊരു കാര്യം സിന്ധൂരി പറയാനുള്ളത്, മന്ത്രിമാരുടെ പെർഫോമൻസും ഇതുവരെയുള്ള ഈ 2.5 മാസത്തെ പെർഫോമൻസും വിലയിരുത്തും. കാരണം 5 മന്ത്രിമാരാണ് മുസ്ലിം ലീഗിനുള്ളത്. ഇതിൽ ഒരു മന്ത്രിയെ ഈ 2.5 വർഷം കഴിഞ്ഞാൽ മാറ്റി പകരം കുറ്റ്യാടി MLA മന്ത്രിയാക്കും 2.5 വർഷം. അപ്പോൾ ഈ 5 മന്ത്രിമാരിൽ ആരെയാണ് മാറ്റേണ്ടത് എന്ന കാര്യങ്ങളടക്കമുള്ള അതൊക്കെ ഇങ്ങനെ ഈ നിരന്തരം സ്കൂട്ടണിക്ക് വിധേയമാകുന്ന ഒരു കാഴ്ചയുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗ് മുൻപില്ലാത്ത വിധം വലിയൊരു സംഘർഷത്തിൽ, അത് മുന്നണിക്കകത്തും അങ്ങനെ തന്നെയാണ്, പാർട്ടിക്കകത്തും മുൻപില്ലാത്ത വിധം വലിയൊരു ഒരു ഡിഫൻസിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ നേതൃയോഗത്തിൽ ചർച്ചയ്ക്ക് വരുമെന്ന കാര്യത്തിൽ അതൊരു വലിയൊരു തലവേദന, ഡാമേജ് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ പാണക്കാട് കുടുംബം ഈ 5 മന്ത്രിമാരെയും ചായ സൽക്കാരം എന്ന പേരിൽ മലപ്പുറത്തെ പാണക്കാട് കുടുംബത്തിലേക്ക് വിളിച്ചു വരുത്തി ഒരു ചായ സൽക്കാരം നടത്തിയത്. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഈ പേഴ്സണൽ സ്റ്റാഫിലടക്കം മന്ത്രിമാർ ശ്രദ്ധ കാണിക്കണമെന്ന കാര്യം പാണക്കാട് ഈ തങ്ങൾ ഇവർക്കൊക്കെ മന്ത്രിമാർക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയാണ് പാർട്ടിയുടെ നിലപാട് അവരെ ബോധിപ്പിക്കാനും മന്ത്രിമാർക്ക് എന്താണ് പറയാനുള്ളത് അത് കേൾക്കാനും കൂടിയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു മഞ്ഞുരുകൽ എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഈ പാണക്കാട് കുടുംബത്തിൽ മന്ത്രിമാരെ വിളിച്ചു വരുത്തി മീറ്റിംഗ് കൂടിയത്. സ്വാഭാവികമായും ഇന്ന് സംസ്ഥാന കമ്മിറ്റി ചേരാനുള്ളതുകൊണ്ടാണ് അത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് ഈ പാണക്കാട് കുടുംബം കടന്നത്. ഏതായാലും ഇന്നത്തെ നേതൃയോഗം നിർണായകമാണ്. എല്ലാ ജില്ലകളിലും ഭാരവാഹികൾ ഉണ്ടാവും. അവർക്ക് പറയാനുള്ളതൊക്കെ കേട്ട് ഇനി എങ്ങനെയായിരിക്കും വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന കാര്യമാണ് മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ ഉൾത്തിരിഞ്ഞു വരാനിരിക്കുന്നത്. സിന്ധൂരി. ശരി ചേതൻ.